ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ചെറിയൊരു ട്രാവലിംഗ് ബ്ലോഗ് ആയിട്ടാണ്. അപ്പോൾ നമ്മൾ പോയിരിക്കുന്നത് നമ്മുടെ സൈലൻറ്റ് വാലി ദേശീയോദ്യാനത്തിലേക്കാണ് കേട്ടോ. കാലത്ത് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രൈവറ്റ് വണ്ടിയിലാണല്ലോ നമ്മൾ പോവുക. അത് നമ്മൾ റിസർവ് വനത്തിന് പുറത്തുള്ള അവിടെ പാർക്ക് ചെയ്തിട്ട് പിന്നീട് അങ്ങോട്ട് റിസർവ് വനത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ അവരുടെ വണ്ടിയിൽ ട്രക്കിംഗ് എന്നാണ് അതിന് പറയുക. അപ്പോൾ ആ വണ്ടിയിലാണ് പോവുക. അപ്പം ഞങ്ങൾ ഒരു 30 പേര് കൂടിയിട്ടാണ് പോയത്. അപ്പോൾ നമുക്ക് വനത്തിൻ്റെ ഉള്ളിലേക്ക് പോകാനായിട്ട് അവരുടെ 2 വലിയ വാനും പിന്നെ 3-4 ജീപ്പാണെന്നാണ് ഞാനവിടെ കേട്ടത്. അപ്പോൾ ഞങ്ങൾ ആളുകൾ കൂടുതലുള്ള കാരണം കൊണ്ട് ഞങ്ങൾ 2 വണ്ടിയിലായിട്ടാണ് കയറിയത്. അപ്പോൾ നമുക്ക് അതിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒപ്പം ഒരു ഗൈഡും കൂടി ഉണ്ടാവും. അപ്പോൾ നമുക്ക് റിസർവ് വനത്തിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്കറിയാത്ത പല കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ കാണുന്ന ഓരോ ജീവികളൊക്കെ പരിചയപ്പെടുത്താനായിട്ട് അദ്ദേഹം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചങ്ങോട്ട് നീങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ സ്ഥലത്തെ പോലെ തന്നെ അത്യാവശ്യം കടകളും വീടുകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. പിന്നീട് അങ്ങോട്ട് വനത്തിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴാണ് നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത രീതിയിലുള്ള ഓരോ മൃഗങ്ങളെ ആയാലും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളൊക്കെ കാണാം. നമ്മൾ പോകുന്ന വഴിയൊക്കെ വളരെ ഓഫ് റോഡ് പോലെ തന്നെയാണ് കേട്ടോ. ശരിക്കും അവരെ എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ഡ്രൈവേഴ്സിന് മാത്രമേ അവിടെ വണ്ടി ഓടിക്കാനായിട്ട് പറ്റുള്ളൂ, അതുപോലത്തെ റോഡാണ്. അപ്പോൾ കുറച്ചങ്ങോട്ട് നീങ്ങിയപ്പോൾ തന്നെ നമുക്ക് അവിടെ ആദിവാസി ഊരിലേക്ക് പോകാനുള്ള വഴിയൊക്കെ അദ്ദേഹം കാണിച്ചു തന്നു കേട്ടോ. അപ്പോൾ പോണ വഴിക്ക് തന്നെ നമ്മൾ ആദ്യം തന്നെ കണ്ടത് നമ്മുടെ ദേശീയ പക്ഷിയായ മയിലിനെയാണ്. പിന്നെ അവിടെ എന്താണ് സൈലൻറ്റ് വാലി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എന്നോടോ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് സൈലൻറ്റ് വാലിനെ കുറിച്ച് കുറച്ച് ഇൻഫർമേഷൻസ് എനിക്കറിയാം. അത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. കേരളത്തിലെ തന്നെ നിത്യഹരിതവനം എന്നും അതുപോലെ തന്നെ ഏക കന്യാവനം അതുപോലെ തന്നെ വലിയ മഴക്കാട് എന്നറിയപ്പെടുന്നത് നമ്മുടെ സൈലൻറ്റ് വാലിയാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇടുക്കി ജില്ലയിലെ പുറത്ത് കേരളത്തിലെ തന്നെ ഏക ദേശീയോദ്യാനമാണ് സൈലൻറ്റ് വാലി. അതുപോലെ തന്നെ സൈലൻറ്റ് വാലി നമ്മൾ ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധിയാണ് കേട്ടോ. 1985 ഇത് ഉദ്ഘാടനം ചെയ്തത്. അതുപോലെ തന്നെ ഇതൊരു നീലഗിരി ബയോസ്ഫിയർ എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് കാണുന്നത് നമ്മുടെ സിംഹവാലൻ കുരങ്ങിനെയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ കാണാനുള്ള പോക്കാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ പോണ വഴിക്കൊക്കെ ഓഫ് റോഡാണ്. ഞാൻ ഫോണിനെടുത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഫോൺ കയ്യിൽ നിന്ന് പോകുമെന്ന് എനിക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു. കാരണം അതുപോലത്തെ വഴികളായിരുന്നു കേട്ടോ. പക്ഷെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. എന്താ പറയുക, നമ്മൾ ഒരു വട്ടമെങ്കിലും പോയി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണെന്ന് ഞാൻ പറയും. അപ്പോൾ നമുക്ക് പോകും തോറും തണുപ്പ്, അവിടെ എപ്പോഴും തണുപ്പാണ് കേട്ടോ. ചൂടെന്ന് പറയുന്ന ഒരു സംഗതിയെ അവിടെ അനുഭവപ്പെട്ടില്ല. നല്ല തണുപ്പാണ്. ഇപ്പോൾ ഈ കാണുന്നത് നമ്മൾ കുറച്ചാണ് മുകളിലേക്ക് പോകുമ്പോൾ താഴത്തുള്ള ആദിവാസി ഊരുകളാണ് കാണുന്നത്. ഇത് ഞാൻ അങ്ങോട്ട് സൂം ചെയ്തിട്ട് അങ്ങോട്ട് കൃത്യമായിട്ട് കിട്ടിയിട്ടൊന്നുമില്ല. പക്ഷേ ആദിവാസികൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ കൊച്ചാക്കാനൊന്നും പറ്റുന്നില്ല. ടെറസ് വീടുകളും വൈദ്യുതിയും അതുപോലെ തന്നെ അവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള പല സൗകര്യങ്ങളും ഇവിടെ അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നിരുന്നു, പറഞ്ഞിരുന്നു. നമുക്ക് അവരുടെ ആ സൈഡിലേക്കൊന്നും പോകാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളവിടെ മുകളിൽ നിന്നിട്ട് തന്നെ ഇതൊക്കെ നമുക്ക് ആ ഗൈഡ് കാണിച്ചു തരും. പിന്നെ നമ്മൾ അവിടേക്ക് പോകും തോറും മലയണ്ണാനെയും അതുപോലെ തന്നെ ഒരു മാനിനെ കണ്ടിരുന്നു. പക്ഷെ മാനിനെ ഷൂട്ട് ചെയ്യാനായിട്ട് ഞാൻ വന്നപ്പോഴേക്കും മാൻ ഓടിപ്പോയി. വലിയൊരു മാനായിരുന്നു അത്. എന്തോ കാലമാനോ അങ്ങനെ എന്തോ അദ്ദേഹം പറഞ്ഞിരുന്നു. ആ മാനിനെ കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി. അതാണ് ഉണ്ടായത്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വളരെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ്. ഇനി അടുത്തത് എന്തിനാണ് കാണുക, അടുത്തത് എന്തിനാണ് കാണുക എന്നാണ്. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ചങ്ങടും നീങ്ങി കഴിഞ്ഞപ്പോൾ ഇത് കാണുന്നത് കാപ്പിക്കുരുവിൻ്റെ തോട്ടാണ്. ഏകദേശം ഒരു 9 കിലോമീറ്ററോളം ആദിവാസികൾ തന്നെയാണ് അവിടെ കൃഷി ചെയ്യുന്നതെന്ന് പറഞ്ഞത്. അതായത് നമ്മുടെ ഗവൺമെൻറ് അവർക്കൊരു തൊഴിലെന്ന രീതിയിൽ അവർക്ക് ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ അവർ കുരുമുളകൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ അവർക്ക് ഒരു തൊഴിലിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്നത് ഗവൺമെൻറ് അത്രയ്ക്ക് അധികം അവരെ സഹായിക്കുന്നുണ്ട്. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിനായാലും അതുപോലെ തന്നെ ഫുഡിനും ഷെൽട്ടറിനും ഒക്കെ നമ്മുടെ ഗവൺമെൻറ് അവരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് നീങ്ങി കഴിയുമ്പോൾ നമുക്കൊരു തേക്കിൻ തോട്ടം കാണാം. പക്ഷേ ആ തേക്കിൻ തൈകൾ നട്ടത് 1986 പറയണത്. പക്ഷെ ഇത്ര വർഷമായിട്ടും തേക്കുകൾക്ക് അത്രയധികം വളർച്ച എത്തിയിട്ടില്ല. കാരണം അദ്ദേഹം പറഞ്ഞത് ഇവിടെ തണുപ്പാണല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് വളരാത്തത്. തേക്കിൻ തൈകൾക്ക് വേണ്ടത് നല്ല ചൂടാണ് അത്ര. അപ്പോഴാണ് തേക്കിൻ തൈകൾ നല്ല രീതിയിൽ വളരുള്ളൂ എന്ന്. പിന്നെ കുറച്ചങ്ങോട്ട് നീങ്ങി കഴിഞ്ഞപ്പോൾ നമുക്ക് അവിടെ കുരങ്ങിനെ കാണാനായിട്ട് നമ്മളൊരു സൈഡിൽ ഒരു 5 മിനിറ്റ് നിർത്തി തന്നിരുന്നു. പക്ഷെ കുരങ്ങൻ പോയിട്ട് അവിടെ ഒരു പൊടി പോലും ഞങ്ങൾ കണ്ടില്ല കേട്ടോ. എന്താണെന്ന് അറിയില്ല, ഞങ്ങൾ പോയ ടൈമിൻ്റെ ആണോ അത് ഞങ്ങളുടെ ലക്ക് കുറവാണോ എന്നറിയില്ല. അവിടെ ഒന്നിനെയും കണ്ടില്ല. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്
പിന്നെ അവിടുത്തെ മരങ്ങളൊക്കെ കാണാനായിട്ട് എന്താ പറയുക, നമുക്ക് വളരെ അതിശയമാവും കേട്ടോ. അതുപോലെ എന്ത് വലിയ മരങ്ങളാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു റിസർവ് വനത്തിൻ്റെ ഇടയിലേക്ക് വരുന്നത്. അപ്പോൾ പറ്റുന്ന രീതിയിലൊക്കെ ഞാനൊന്ന് ഷൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പോയി വന്നപ്പോഴേക്കും സൗണ്ടൊക്കെ പോയിട്ടുണ്ട്. കാരണം അവിടെ നല്ല തണുപ്പുണ്ടായിരുന്നു. അത് കാരണം സൗണ്ടൊക്കെ നല്ല രീതിയിൽ പോയി കിടക്കുകയാണ് എൻ്റെ കേട്ടോ. പിന്നെ നമ്മളവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ മലയണ്ണാനെ കണ്ടു, അതുപോലെ തന്നെ മയിലിനെയും കണ്ടു. ഈ രണ്ടെണ്ണത്തിനാണ് നമ്മൾ മെയിനായിട്ട് കണ്ടത്. പിന്നെ സാധാരണ കുരങ്ങുകളൊക്കെ ചാടിപ്പടഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു അവിടെ. പിന്നെ ഒരു കറുത്ത കുരങ്ങനെ കണ്ടിരുന്നു. അത് സിംഹവാലൻ കുരങ്ങാണോ എന്ന് എനിക്കറിയില്ല. കറുത്ത കുരങ്ങിനെ ഒരെണ്ണത്തിനെ ഞാൻ കണ്ടിരുന്നു. അതുപോലെ തന്നെ വലിയൊരു പരുന്തിനെ കണ്ടിരുന്നു. അങ്ങനെ ചെറിയ ചെറിയ ജീവികളെ കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞൊരു ദിവസം ഇതുപോലെ പോയിരുന്ന സമയത്ത് ഒരു 20 മിനിറ്റോളം വഴിക്ക് കുറുകെ ഒരു 2 ആന വന്നിട്ട് ബ്ലോക്കായിട്ട് ഒരു 20 മിനിറ്റോളം അവർ അവിടെ കിടന്നു എന്നാണ്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലായിരുന്നു ഞങ്ങൾ മുന്നോട്ടുള്ള യാത്ര. ആന പോയിട്ട് ഒരു സാധനത്തെയും കണ്ടില്ല ഗൈസ്. അതാണ് സത്യം പറഞ്ഞിട്ടുണ്ടായത്. പിന്നീട് അങ്ങോട്ട് പോകുന്നതോറും നമുക്ക് ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്തിനെങ്കിലും കണ്ടാലോ എന്ന്. പക്ഷെ സത്യം പറഞ്ഞാൽ ഒന്നിനെയും കണ്ടില്ല. അങ്ങനെ ഞങ്ങൾ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കാണുന്നു, പക്ഷെ ഒന്നിനെയും കണ്ടില്ല. പക്ഷെ നല്ല തണുപ്പായിരുന്നു കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ നാട്ടിൽ പറയാലോ നല്ല ചൂടാണ്, പക്ഷെ അവിടേക്ക് നല്ല തണുപ്പാണ്. നമ്മുടെ ലാലേട്ടൻ പറയണ പോലെ ഉയരം കൂടുന്തോറും ചായയുടെ ടേസ്റ്റ് കൂടുന്നു പറയണ പോലെ ഉയരം കൂടുന്തോറും നല്ല തണുപ്പായി വരുമായിരുന്നു. അത് നല്ലൊരു സുഖമായിരുന്നു. പിന്നെ നമ്മൾ സഹ്യാദ്രി എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗത്തിലേക്കാണ്ട് കയറുകയാണ് കേട്ടോ. നമ്മൾ സൈലൻറ്റ് വാലിനെ ഒരു 3 പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒരു സഹ്യാദ്രി എന്ന് പറയുന്ന ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതും കാണാനായിട്ട് വളരെ മനോഹരമാണ്. കാരണം നിറച്ചു വനാണ്, റിസർവ് വനാണല്ലോ, അതുകൊണ്ട് തന്നെ നിറച്ചു വനാണ്. മരങ്ങളൊക്കെ ഇടതൂർന്ന് നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ പറ്റിങ്ങ പോകാനേ ഞാൻ പറയുള്ളൂ കേട്ടോ. പിന്നെ അവിടെ കുറച്ചങ്ങോട്ട് നീങ്ങി കഴിഞ്ഞപ്പോൾ നമുക്ക് അവിടെ ഒരു സ്ഥലത്ത് കൊണ്ട് വണ്ടി നിർത്തി. എന്നിട്ട് അവിടെ എന്തോ ഒരു ടവർ പോലത്തെ ഒരു ഇതുണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സൈലൻറ്റ് വാലിയുടെ ഫുൾ മലകളും എല്ലാം കാണാവുന്ന ഒരു സ്ഥലമാണത്. കണ്ടില്ലേ, ആ ഒരു ടവറാണ്. അപ്പോൾ അതിൻ്റെ മണ്ടയ്ക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് മൊത്തമായിട്ട് അവിടെ സൈലൻറ്റ് വാലി ഫുള്ള് കാണാം. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനിങ്ങനെ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം എല്ലാ സ്ഥലങ്ങളും കാണാമെന്ന്. പിന്നെ എനിക്ക് മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു പേടിയുണ്ടായിരുന്നു. എനിക്ക് കയറാൻ കുഴപ്പമില്ല, ഇറങ്ങാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുള്ള ആളാണ്. ചിലപ്പോൾ ഞാൻ തല കറങ്ങി വീഴുകയും. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ കുറച്ച് വിവരങ്ങളും അതുപോലെ തന്നെ രാജീവ് ഗാന്ധി ഉദ്ഘാടനം ചെയ്തതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ ഒരു കല്ലിൽ കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ചതിന് ശേഷം ഞാൻ പതുക്കെ എനിക്ക് കയറണോ വേണ്ടോ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. എന്നാലും അവിടെ വരെ എത്തിയിട്ട് കയറാതെ പോകുന്നത് മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട് കയറാം എന്ന രീതിയിൽ ഞാൻ അവിടെ നിൽക്കുകയായിരുന്നു. അപ്പോൾ അമ്മ അവിടെ നിന്ന് പറയേണ്ടത് വേണ്ട കയറണ്ട, തല കറങ്ങുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാനതൊന്നും മൈൻഡ് ചെയ്തില്ല. അമ്മേനെ വിളിച്ചിട്ട് ഞാൻ കയറിപ്പോയി. അമ്മ പകുതിയൊക്കെ അവിടെ സ്റ്റക്കായിട്ടോ. ഞാനവിടെ കുറച്ചും കൂടി കയറി ഞങ്ങൾ ടോപ്പിലേക്ക് എത്തിയില്ല. അപ്പോഴേക്കും എൻ്റെ കിളിയൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറച്ച് ഷോപ്പൊക്കെ ചെയ്ത് കുറച്ച് എന്താ പറയുക ഫോട്ടോസ് ഒക്കെ എടുത്തു. അപ്പോഴേക്കും അമ്മയുടെ ഫോട്ടോ ഒക്കെ പോയിന്ന് തോന്നുന്നുണ്ട്. അമ്മ തിരിച്ചിറങ്ങി. പിന്നെ ഞാൻ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും അതുപോലെ നിങ്ങൾക്ക് കാണിക്കാനുള്ള കുറച്ച് ക്ലിപ്പിങ്ങുകളൊക്കെ എടുത്തു. അതിൽ എന്ത് ബ്യൂട്ടിഫുള്ളാണെന്നറിയാം. നല്ല രസമാണ്. നല്ല പച്ചപ്പും മലയും മഞ്ഞും ഒക്കെ ഉണ്ട്. പിന്നെ അവിടെ ഒരു അരുവി ഇങ്ങനെ പോണ ഒരു ഇത് കണ്ടിരുന്നു. അത് കാണാനായിട്ട് ഭയങ്കര അടിപൊളിയാണ്. അത് ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഏകദേശം ഒരു 1.5 കിലോമീറ്റർ താഴേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുന്തിപ്പുഴ കാണാമെന്ന് പറഞ്ഞു. എന്തായാലും അവിടെ എത്തിയതല്ലേ, നമ്മളത് കാണാതെ പോകുന്നത് മോശമല്ലേ വെച്ചിട്ട് ഞങ്ങൾ പിന്നെ കുന്തിപ്പുഴ കാണാനായിട്ട് ഇങ്ങനെ നടന്നു. അവിടേക്ക് വണ്ടിയൊന്നും പോയില്ല, നമ്മൾ നടന്ന് തന്നെ പോകണം. പോകുമ്പോൾ അവിടെ ഇറക്കാണ്. പിന്നെ ഇതൊക്കെ തിരിച്ച് കയറണമെന്ന് ഓർക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മൾ ഓരോരോ വന്നിട്ട് കാണാതെ പോകുന്നത് മോശത്തേതാണല്ലോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി പതുക്കെ അവിടെ ചെല്ലാന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമില്ല കേട്ടോ. ഇറങ്ങുമ്പോൾ ഇവിടെ ഇറങ്ങിയപ്പോൾ പോലും, പക്ഷെ തിരിച്ച് കയറാനുള്ള ബുദ്ധിമുട്ട്. പിന്നീട് എങ്ങനെയാണെന്ന് അറിയില്ല, എങ്ങനെയൊക്കെയോ തിരിച്ച് കയറി. കുന്തിപ്പുഴയുടെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. ഇപ്പോൾ റൈറ്റ് നവാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇനി കുറച്ച് വർഷക്കാലൊക്കെ ആകുമ്പോഴേക്കും പുഴ അടിപൊളിയായിട്ട് ഒഴുകുന്നറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് അവിടെ കാണുന്നത്. അവിടേക്ക് എത്തുമ്പോഴേക്കും ഫുള്ള് വയറത്തൊളിച്ച് അടിപൊളിയായിരുന്നു. പക്ഷെ നമ്മൾ ഇതാണ് നമ്മൾ കുന്തിപ്പുഴയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഏതാണ്ട് നമ്മുടെ എൻ്റെ നാട്ടിലൊക്കെ മറ്റേ കനാലെന്ന് പറയും, അതിൽ വെള്ളം ഒഴിച്ച് പോണ പോലെ എനിക്ക് തോന്നുന്നത്. പക്ഷെ നമുക്ക് ആ പുഴയിലേക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല. അവിടെ എന്തോ ഒരു പാലത്തിൽ പണിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരിക്കലും ഇറങ്ങാൻ പറ്റില്ല.
നനയ്ക്കുക. ഞാൻ കാലെങ്കിലും നനയ്ക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ് പോയത്. പക്ഷെ ഒന്നും നടന്നില്ല. തിരിച്ച് കയറി ഇപ്പോഴേക്കും ഫുള്ള് ബോധം പോയി. കാരണം വിയർത്തൊലിച്ച് ആകെ മൊത്തം അടിപൊളിയായിരുന്നു. അപ്പം നിങ്ങൾക്കൊക്കെ പറ്റിയെങ്കിൽ ഒന്ന് പോയി കാണാം.